പ്രൈസ് ദി ലോർഡ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളെ ആധാരമാക്കിയാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാമത്തെ അധ്യായം, അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ്. 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ ലോകത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിന് കീഴിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, ശുശ്രൂഷയെ നിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഇതിലൂടെ ഞങ്ങളോട് സംസാരിപ്പാനുള്ള അങ്ങയുടെ ആലോചന, അങ്ങയുടെ ദൂത് ഞങ്ങൾക്ക് തരണമേ. കാര്യങ്ങളെ ഞങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്ന് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പുനരുദ്ധാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പുനരുദ്ധാനത്തിന്റെ ആദ്യഫലമായ കർത്താവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 40 നാൾ അവൻ മറ്റുള്ളവർക്ക് തന്നെ വെളിപ്പെടുത്തി സാക്ഷീകരിച്ചു. അതിലൊരു പ്രത്യേക വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരോടും നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിരുന്നു, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവൻ നമുക്കത് ഉറപ്പിച്ചു തന്നു. എനിക്കും നിങ്ങൾക്കും ധാരാളം ദൃഷ്ടാന്തങ്ങളിലൂടെ എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലും ബോധ്യവും പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് 6-ാം വാക്യം ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 6-ാം വാക്യത്തില്, ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഏത് രാജ്യമാണ്? ഇസ്രായേലിന്റെ രാജ്യമാണ്. ഇസ്രായേൽ എന്ന രാജ്യമാണ്. അവർ ചോദിച്ചത് ഇസ്രായേൽ എന്ന രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന്റെ യഥാസ്ഥാപനം അന്ന് റോമൻ അധികാരത്തിന് കീഴിലാണ്. ഇസ്രായേൽ റോമൻ ഭരണകൂടത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് അവർ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവർക്ക് ആ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന്. കർത്താവ് വന്നപ്പോൾ കർത്താവിന്റെ രംഗപ്രവേശം തന്നെ, അഥവാ അവൻ ജനിച്ചു വീഴുമ്പോൾ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ മുഴങ്ങിക്കേട്ട ശബ്ദം എന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. സാധാരണ ജനിച്ചവൻ വളർന്ന് വലുതായി പ്രായപൂർത്തിയാകുമ്പോൾ രാജാക്കന്മാരാകുകയാണ് സാധാരണ രീതി. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യം. എങ്ങനെ? അവൻ ജനിച്ചതേ രാജാവായിട്ടാണ്. യേശുക്രിസ്തുവിന്റെ ജനനം രാജാവായിട്ടാണ് അവൻ ജനിച്ചത്. ജനിച്ചതിന് ശേഷം രാജാവാകുകയായിരുന്നില്ല. അവൻ ജനിച്ചത് രാജാവായിട്ടാണ്. ആരുടെ രാജാവായി? യഹൂദന്മാരുടെ രാജാവായിട്ട്.
അതിന്റെ അർത്ഥം അന്ന് യഹൂദന്മാർക്ക് ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. റോമ സാമ്രാജ്യത്തിന്റെ ഇരുമ്പ് നുകത്തിന്റെ കീഴിലായിരുന്നു യഹൂദ ജനം. അതുകൊണ്ടാണ് ആ ചോദ്യം പ്രസക്തമായത്. കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലഘട്ടത്തിലാണോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? ഏതാണ് ആ പറയുന്ന രാജ്യം? കർത്താവ് പറഞ്ഞ രാജ്യം മറ്റൊന്നാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? അവൻ അവരോട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗ്രഹിച്ചാൽ മതിയാകും. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേക സ്വഭാവമാണ് അറിയില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്നും മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കറിയാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയില്ല എന്നെങ്ങാനും നമ്മളൊരു സെന്റൻസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് ഒരു പൊട്ടും. അതെന്തായിരിക്കും? പിന്നെ ആ കാര്യം അന്വേഷിച്ച് നമ്മളങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞെന്ന് അറിയാൻ പാടില്ല. അത് എന്തോ ഉണ്ട്. ഇങ്ങനെ നമ്മൾ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറക്കുമാറാക്കും. അപ്പോ എന്നതുപോലെ നമുക്ക് അങ്ങനെ ഒരു അന്വേഷണ കുതൂഹലതയുണ്ട്. അത് വേറൊരാളെ കുറിച്ചോ വേറൊരാളുടെ കുടുംബത്തെ കുറിച്ചോ ആണെങ്കിൽ നമുക്ക് ഭയങ്കര അന്വേഷണമാണ്. നമുക്ക് ഈ ചിലരൊരു കാര്യം ചോദിച്ചാൽ ആ ചോദിച്ച കാര്യത്തിന്റെ A to Z അറിയണം. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇത് എന്തിനാ ഈ ആന്റി ഈ ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ ചോദിക്കണേ എന്ന്. അല്ലെങ്കിൽ അങ്കിൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത, അവരോട് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് പോയതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തതാണ്, ഇന്നയാളുടെ കല്യാണമാണ്. ഇത്തരം പറഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം എവിടെയാണ്, ആരുടെ ആയിരുന്നു, എവിടെ വെച്ചാണ്, പച്ചക്കറി ആയിരുന്നോ, പായസം ഉണ്ടായിരുന്നോ, അതോ ഇറച്ചി മീനായിരുന്നോ, ബിരിയാണി ഉണ്ടായിരുന്നോ, ഇങ്ങനെ ചോദ്യം ചോദിച്ച് മനുഷ്യനെ കൊല്ലണ സ്വഭാവം ഇത് നമുക്ക് മാത്രമുള്ള, ഇത് പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ്. ഇവരതുപോലെ തന്നെ കർത്താവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്, നീ ഈ കാലത്താണോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതിനെക്കുറിച്ച് വളരെ വിശദമായി കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നു. ഈ അന്വേഷണ കുതൂഹലതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല കേട്ടോ. ഒരു കാര്യം ഒരാളോട് ചോദിച്ചാൽ അത്യാവശ്യം മറുപടി കിട്ടിയാൽ ശാന്തമാകുന്നതാണ് മാന്യത. അത്യാവശ്യം മറുപടി കിട്ടിയാൽ അടങ്ങുന്നതാണ് മാന്യത. നമ്മളിങ്ങനെ ചൊറിഞ്ഞ് മാന്തി എടുക്കരുത്, അടിവേരളക്കരുത്. അതൊരു ഒരു നല്ല പേഴ്സണാലിറ്റിയുടെ ലക്ഷണം അല്ല. അപ്പോ ഞാൻ അതിന്റെ സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചു അറിഞ്ഞു ആയി. അതിനകത്ത് മർമ്മമായിരിക്കേണ്ട കാര്യങ്ങൾ മർമ്മമായിട്ടിരിക്കട്ടെ, അത് അവരുടെ സ്വകാര്യതയുടെ ഭാഗമാണ്. ഓക്കെ. ഇവിടെ ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇവർക്ക് അറിയേണ്ടത് ഈ രാജ്യം എന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രാജ്യം എന്ന് പറയുന്നത് റോമൻ ഭരണത്തിന്റെ അധികാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്ന കാര്യമല്ല. കർത്താവ് പറഞ്ഞത് മറ്റൊന്നാണ്. സ്വർഗരാജ്യത്തെ സംബന്ധിച്ചാണ് കർത്താവ് പറഞ്ഞത്. രാജ്യം യഥാസ്ഥാനമാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന, ക്രിസ്തു അതിന്റെ രാജാവായി വരിക എന്ന് പറയുന്ന ആ സംഭവം, അത് പിതാവിന്റെ അധികാരത്തിലാണ്. എനിക്കറിയില്ല മക്കളെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉചിതമായ സമയത്ത് ആ കാര്യം നടന്നുകൊള്ളും. ആ കാലം സംബന്ധിച്ച് എനിക്കറിയില്ല. അപ്പൊ ഏത് രാജ്യമാണ്? സ്വർഗരാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തെ സംബന്ധിച്ച് അവർ ചോദിച്ചത് ഏത് രാജ്യത്തെ കുറിച്ചാണ്? യഹൂദ രാജ്യത്തെ കുറിച്ചാണ് ചോദിച്ചത്. കർത്താവ് പറഞ്ഞത് ഏത് രാജ്യത്തെ കുറിച്ചാണ്? സ്വർഗരാജ്യത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ പുനഃസ്ഥാപനം എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് പിതാവിന്റെ അധികാരത്തിലാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അവിടെയാണ് ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ചേർത്ത് പറഞ്ഞു. നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് നമ്മൾ പഠിക്കുക. വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക്
വെളിവാക്കി തരുന്ന കാര്യങ്ങൾ പഠിക്കുക, അത് നമ്മൾ ഗ്രഹിക്കുക. അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായ ആഗ്രഹം. കാലങ്ങൾ എന്നാൽ ഗ്രീക്കിൽ എറോനുസ് എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ സ്പെല്ലിംഗ് പറയാം. EHRONUS, എറോനുസ്. കാലങ്ങൾ എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. കാലാനുക്രമമായ സമയമെന്നും ഘടികാരത്തിലെ സമയമെന്നും ആണ് ആ വാക്കിന്റെ അർത്ഥം. ഓർണോസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. സമയങ്ങൾ എന്നാൽ അതിന് ഗ്രീക്കിൽ കെരിയോസ് എന്നാണ്. KAIROS, കൈറോസ്. അതിന്റെ അർത്ഥം സമയങ്ങൾ എന്നാണ്. ഒരു കാര്യം ചെയ്യാനുള്ള സമയങ്ങൾ, ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ട സമയങ്ങൾ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് കാലങ്ങൾ എന്നത് സമയത്തിന്റെ അളവ് കൈകാര്യം ചെയ്യുമ്പോൾ, കാലങ്ങൾ എന്നത് സമയത്തിന്റെ അളവ് കൈകാര്യം ചെയ്യുമ്പോൾ, രണ്ടാമത്തേത് സമയങ്ങൾ എന്നത് സമയത്തിന്റെ നിർണായക ഘട്ടം കൈകാര്യം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കാലങ്ങളും സമയങ്ങളും എന്ന് പറയുന്നതിന് നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരുപോലെയാണെങ്കിലും പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ആ കാലങ്ങളും സമയങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. കാലങ്ങളും സമയങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 24:36 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അവിടെയും പറയുന്ന നാളും നാഴികയും എന്നാണ്. ഇവിടെ പറയുന്നത് കാലങ്ങളും സമയങ്ങളും എന്നാണ്. അപ്പൊ അത് മിസ്റ്ററിയാണ്. നമ്മുടെ മുൻപിൽ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ദൂതന്മാർക്കും അറിയില്ല, പുത്രന് പോലും അറിയില്ല എന്ന് പറയുന്നു. 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. കർത്താവിന്റെ ഈ കൽപ്പന ശിഷ്യന്മാർ ഭൂമിശാസ്ത്രപരമായും ആശ്ചര്യമായും നിറവേറ്റിയതായി കാണാം. എന്ന് പറഞ്ഞാൽ കർത്താവ് പുനരുത്ഥാന ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത് അക്ഷരം പ്രതി അവർ പാലിച്ചു. പെന്തിക്കോസ്തിക്ക് ശേഷം ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി. അതിലൊരാൾ ഇന്ത്യയിലേക്കും വന്നു. ഭാഗ്യവശാൽ പത്രോസും ഫിലിപ്പോസും അന്ത്രയോസും യോഹന്നാനും എല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാക്ഷികളാകാനായിട്ട് പോയി. അങ്ങനെ സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. അങ്ങനെ വ്യാപിക്കാനുള്ളതിന്റെ ഒരു കാരണം 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കുണ്ടായ പീഡയാണ് അതിന്റെ കാരണം. യെരുശലേമിൽ എങ്ങും കാലുകുത്താൻ സമ്മതിക്കാത്ത ഭരണാധികാരികൾ വന്നപ്പോൾ യെരുശലേമിൽ നിന്ന് അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അവർ പോയിടത്തെല്ലാം സഭകൾ സ്ഥാപിതമായി. അങ്ങനെ തോമസ് ഇന്ത്യയിലേക്ക് വന്നു. അതൊരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ ഇന്ത്യയിലും ദൈവവചനം പ്രചരിക്കാനായിട്ട് തുടങ്ങി.
ഇന്ത്യയിലെ ബ്രാഹ്മൺസ് ആണ് ആദ്യം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത്. ഞാൻ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രാഹ്മൺസ് അത് സ്വീകരിക്കാൻ കാരണമുണ്ട്. കാരണം അന്ന് എന്തെങ്കിലും 4 അക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിയാവുന്നത് ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ബ്രാഹ്മൺസിനും മാത്രമായിരുന്നു. രണ്ടാമത് വേദങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ എല്ലാം കയ്യിലെടുക്കാനും വായിക്കാനും അധികാരവും അവകാശവും ഉണ്ടായിരുന്നത് അവർക്ക് മാത്രമായിരുന്നു. തോമസ് കേരളത്തിൽ വന്ന് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ പ്രജാപതിയുടെ യാഗത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയോ എന്നറിയാൻ അവർ ഋഗ്വേദം പരിശോധിച്ചപ്പോൾ ഋഗ്വേദത്തിനകത്തൊരു പ്രജാപതിയുടെ യാഗത്തെക്കുറിച്ച് പറയുന്നു. ആ പ്രജാപതിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ഇവിടുത്തെ സാമൂതിരിമാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ ബ്രാഹ്മൺസിനും അത് വിശദമാക്കി കൊടുത്തപ്പോൾ ആ പ്രജാപതിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ അറിയപ്പെടുന്ന വളരെ ഉന്നത കുലജാതന്മാരായ 7 തറവാട് ബ്രാഹ്മണ കുടുംബങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അങ്ങനെ ക്രിസ്തീയ സഭാ വിശ്വാസത്തിന് കേരളത്തിന്റെ മണ്ണിൽ വേരുപാകി. എന്തേ കാരണം? അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും 5 ഇടങ്ങളിൽ ഘട്ടം ഘട്ടമായി അവരിലൂടെ സുവിശേഷം പ്രചരിക്കാൻ തുടങ്ങി. ഇന്ന് സുവിശേഷത്തിന് പ്രചാരമില്ല. സുവിശേഷത്തിന് ഇന്ന് പ്രചാരമില്ല. ഞാൻ ഈ നമ്മുടെ മോർണിംഗ് ഫെലോഷിപ്പിന് മെന്റർമാരെ വെച്ചു. മെന്റർമാരെ വെച്ചപ്പോ ഒരാന്റിക്ക് ബലമായ സംശയം തന്നെ LICയുടെ ഈ ആളെ ചേർക്കണ പണി, LICക്ക് ആളെ ചേർക്കണ പണിയാണോ, ഒരാള് വേറെ 2 പേരെ ചേർക്കണം, ആ ആള് വേറെ 2 പേരെ ചേർക്കണം, മണി ചെയിൻ പരിപാടി പോലെയുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിച്ചതിനോട് എനിക്ക് കേട്ടപ്പോ എനിക്ക് ആദ്യം ചിരി വന്നു. ഇത് ശരിക്കും LIC പഠിച്ചത് നമ്മളിൽ നിന്നാണ്. LIC ആ തന്ത്രം സ്വീകരിച്ചത് ദൈവവചനത്തിൽ നിന്നാണ്. ദൈവവചനത്തിൽ എവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനെ പഠിപ്പിച്ചതാണത്. നിന്നെ ഏൽപ്പിക്കുന്നത് നീ വേറെ മറ്റുള്ള മനുഷ്യരെ ഭരമേൽപ്പിക്കണം, അവർ മറ്റുള്ളവരെ ഭരമേൽപ്പിക്കണം. അതിന് 2x2 എന്നാ. ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ 2 പേർക്ക് അത് കൊടുക്കണം. ഇത് LICയുടെ പരിപാടിയല്ല, പൗലോസിന്റെ പരിപാടിയാണ്. സുവിശേഷത്തിന്റെ പ്രചരണത്തിന്റെ രേഖ അതാണ്. നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് നമ്മൾ ചത്താലും ആർക്കും കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകണം. നമ്മൾ കൊടുക്കണം. കൊടുക്കുമ്പോൾ വർദ്ധിക്കുന്ന ഒറ്റ മുതലേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ബാക്കിയെല്ലാം കൊടുക്കുമ്പോൾ തീർന്നു പോകും. നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന കാശെടുത്ത് വേറൊരാൾക്ക് കൊടുത്താൽ കാശ് തീർന്നു പോകും. അതുകൊണ്ടാണല്ലോ നമ്മൾ ആർക്കും കൊടുക്കില്ലാത്തത്. നമ്മുടെ സ്ഥലം കൊടുത്താൽ സ്ഥലം കുറഞ്ഞു പോകും. പിന്നെ എന്നാ, ഇപ്പൊ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന 4 ഷർട്ട് ഉണ്ടെങ്കിൽ അതിൽ 1 കൊടുത്താൽ നമുക്ക് പിന്നെ 3 ഉള്ളൂ. എന്നാൽ കിട്ടുന്ന സുവിശേഷം കൊടുത്താൽ അത് വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ശരിക്കും മോർണിംഗ് ഫെലോഷിപ്പ് ആരംഭിച്ച് ബൈബിൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലാഭമാണ്. എനിക്ക് ലാഭമാണ്. എനിക്ക് എന്താണ് ലാഭം? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം പഠിപ്പിച്ചു തുടങ്ങിയപ്പോ നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കേണ്ടി വരിക. കാര്യം നാം വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത് എടുക്കുമ്പോൾ അതിന് പുതിയ മാനമാണ്, പുതിയ ആശയങ്ങളാണ്, പുതിയ വെളിപ്പെടുത്തലുകളാണ്, പുതിയ സന്ദേശങ്ങളാണ്. അത് കൊടുക്കുമ്പോൾ നമ്മൾക്കത് വർദ്ധിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമുക്ക് ആ ദാരിദ്ര്യം
ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളിലുള്ള ആത്മീക ശുശ്രൂഷകളെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മിലത് വീണ്ടും നിറഞ്ഞു വരികയാണ്. എത്തിപ്പോകാത്തൊരു നീരുറവ. അതുകൊണ്ട് നമ്മൾ ആത്മീയമായി വളരാത്തതിന്റെ ഒറ്റ കാരണം, നമ്മൾ കിട്ടിയതാർക്കും കൊടുക്കൂല, നൽകൂല. കുഴപ്പമില്ല, പിടിച്ചു വെച്ചുകൊണ്ടിരുന്നോ, അവിടെ ഇരിക്കട്ടെ, ആർക്കും കൊടുക്കരുത്. ആർക്കും കൊടുക്കരുത്, അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നോളണം കേട്ടോ. അപ്പോ എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് വീർക്കും. അറിവിന്റെ ചീർപ്പെന്ന് പറയും അതിന്. അറിവ് വീർത്ത് 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 മാങ്ങഭരണി പോലെയാകും. ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഭരണിക്ക് യാതൊരു പ്രയോജനമില്ല അതിനകത്ത് മാങ്ങയിട്ടുകൊണ്ട്, ഉപ്പിട്ടുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ അതുപോലെ ആകാൻ ഒരിക്കലും ദൈവവചനമോ കർത്താവോ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവമക്കളെ, നമ്മൾ യെരൂശലേമിലേക്ക് ഇറങ്ങണം. യെരൂശലേമിൽ വിട്ട് നമ്മൾ ശമര്യർ എന്ന് പറയുന്നത് യെരൂശലേമിൽ നിന്ന് യഹൂദന്മാരിൽ നിന്ന് പിരിഞ്ഞു പോയ കൂട്ടരാണ്, നിയറസ്റ്റ് ആണ്, അവരുമായിട്ടൊരു ബന്ധമുണ്ട്, ഒരു ക്രോസ് ജാതിയാണ് ശമര്യർ. അവരിലേക്ക് പോകണം. അവരിൽ നിന്ന് എന്ത് ചെയ്യണം? അവരിൽ നിന്നും പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയി നാനാജാതി മതസ്ഥരായി ലോകത്തെമ്പാടും പോണം. ലോകത്തെമ്പാടും അത് പടരണം, അത് വർദ്ധിക്കണം, പെരുകണം. ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. ലോക സുവിശേഷീകരണത്തിനായുള്ള നിയോഗമാണ് ഈ 8-ാമത്തെ വാക്യം. അതിനുള്ള പെർമിഷനാണ് ഈ 8-ാമത്തെ വാക്യം. അതിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് ഈ 8-ാമത്തെ വാക്യം. അതിനുള്ള നിയമന ഉത്തരവാണ് ഈ 8-ാമത്തെ വാക്യം. അതിനുള്ള അധികാരമാണ് ഈ 8-ാമത്തെ വാക്യം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട്, ആ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ലോകത്തെമ്പാടും സാക്ഷികളാകും. അപ്പൊ സാക്ഷികളാകാൻ, അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ, അതിനു വേണ്ട ഊർജം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നാണ്. സുവിശേഷം പറയാൻ മടിയില്ലാതെ പറയാൻ സാധിക്കുന്നത് നമ്മിൽ ആ ഊർജം നിറയുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു മുസ്ലിം സ്ത്രീയുടെ സാക്ഷ്യം കേട്ടു. അവർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു മാർഗത്തിലേക്ക് വന്നു എന്നല്ല, വളരെ ചതുരതയോടെ പ്രസംഗിക്കുന്നവർ. അവർക്ക് കർത്താവ് വെളിപ്പെട്ട കാര്യം അവർ പറയുന്നു. കർത്താവ് അവരിൽ ചെയ്ത വലിയ പ്രവൃത്തികൾ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേകം അടയാളങ്ങളിലൂടെ ആ സ്ത്രീക്ക് കർത്താവ് കാണിച്ചു കൊടുത്തു. അവൾക്ക് കാണിച്ചു കൊടുത്ത അടയാളങ്ങളെല്ലാം അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. നമുക്ക് ദൈവം, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി അവൻ നമുക്ക് തെളിയിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക. അതാണ് സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യങ്ങൾ എത്ര പറഞ്ഞാലും നമ്മൾ അതിനെ ക്രമീകരിക്കില്ല. നമ്മളതിന് വേറെ ചില മോഡലുകളാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ സാക്ഷ്യങ്ങളിലെല്ലാം നമ്മൾ പലപ്പോഴും നമ്മളെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ പോയത്, ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത്, എനിക്കങ്ങനെ സംഭവിച്ചത്, അങ്ങോട്ട് പോയിരുന്നെങ്കിൽ, ഇങ്ങോട്ട് പോകാതിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളിലൂടെ നമ്മൾ അതിന്റെ കോലം കെടുത്തി, അതിന്റെ സൗന്ദര്യം കെടുത്തി കളയുകയാണ്. ചിലരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എത്ര പറഞ്ഞു കൊടുത്താലും അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി അതൊന്നും പറഞ്ഞു കൊടുത്ത് തിരുത്താൻ പറ്റുന്ന കാലമല്ല. 1, 2, 3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ പറയുന്നവനെങ്കിലും തീരുമാനിക്കണം, ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ വഴിക്ക് വിട്ടേക്കുക എന്നെങ്കിലും തീരുമാനിക്കണം. ഇത്രയും കാലം ആത്മീയ ഗോളത്തിൽ നിന്നിട്ടും യേശു തനിക്ക് ചെയ്ത ഒരു നന്മയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം പാപ്പരത്വം എന്താണുള്ള? പാപ്പരത്വം വേറെ ഒന്നല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലായ്മയാണ് സാക്ഷ്യമില്ലായ്മയുടെ കാരണം. സാക്ഷികളാകാത്തതിന്റെ കാരണം നമ്മുടെ അറിവ് കുറവല്ല, നമ്മുടെ കഴിവിന്റെ പ്രശ്നമല്ല, വിദ്യാഭ്യാസമല്ല. നിങ്ങൾ ഈ വാക്യം സസൂക്ഷ്മം പഠിച്ചാൽ മനസ്സിലാവും.
അതിനകത്ത് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന ഏക ഘടകമാണ് ഞാൻ കർത്താവിന്റെ സാക്ഷിയാകാനുള്ള ഊർജം എന്ന് പറയുന്നത്. ഞാൻ എപ്പോൾ കർത്താവിന്റെ സാക്ഷിയാകും? പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടല്ല, ഞാൻ പുസ്തകങ്ങൾ വായിച്ച് ഭാഷാ നൈപുണ്യം ഉണ്ടായിട്ടല്ല, എനിക്ക് പൊതുവായി ജ്ഞാനവും അറിവുണ്ടായിട്ടില്ല. എന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ അവന്റെ സാക്ഷിയാകും. അതിൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ ശക്തി പ്രാപിച്ചാൽ നമ്മൾ സാക്ഷികളാകും. രണ്ട് കാര്യമുള്ളൂ. അവന്റെ സാക്ഷിയാകാൻ നമ്മൾ ആത്മാവിൽ പ്രാപിക്കണം, ശക്തിപ്പെടണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുമ്പോ പോകുന്ന വഴികളെല്ലാം സാക്ഷ്യമാകും. യോർദാനിലേക്ക് യോശുവയും നേതൃത്വത്തിൽ വന്ന പുരോഹിതന്മാർ യോർദാനിൽ കാൽ വെച്ചപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞുപോയി. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരിക്കൽ പോലും ഒരു സുവിശേഷ വേലയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളോട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് പ്രയർ മീറ്റിംഗ്. പ്രയർ മീറ്റിങ്ങിന് പോകാനുള്ള ഒരു സാഹചര്യവും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എൻ്റെ പിതാവ് കടയിൽ നിന്ന്, അഥവാ ബിസിനസ് ഉണ്ടല്ലോ, ചെറിയൊരു കടയുണ്ടായിരുന്നു. ആ കട പൂട്ടി വരുമ്പോൾ വളരെ ഇടുക്കമുള്ള, രണ്ട് സൈഡിലും വളരെ ഉയർന്ന മതിൽക്കെട്ടുകൾ ഉള്ള ചെറിയൊരു ഇടുക്ക് വഴിയിലൂടെ വരണം. രണ്ട് സൈഡിലും ഭയങ്കരമായ കാടാണ്. പാമ്പ് ഇഷ്ടം പോലെയാ. അപ്പൊ ഈ വടി കുത്തി വരുമ്പോ പാമ്പിന് മുമ്പിൽ കണ്ടാൽ തിരിഞ്ഞോടാൻ അപ്പച്ചന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അപ്പച്ചനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആ ചുമതല എനിക്കായിരുന്നു. പോകാൻ പെർമിഷൻ ചോദിച്ചാൽ അപ്പച്ചൻ വിടും. പക്ഷേ അപ്പച്ചനെ തനിച്ച് വീട്ടിലേക്ക് വിടുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമങ്ങളായിരുന്നു. രണ്ടാമത്, വീട്ടിലെ സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എതിർപ്പുകൾ. കാരണം 1-2 മീറ്റിംഗ് അല്ല, എല്ലാ ദിവസവും പരിപാടികളായിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒത്തിരി കൊതിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലെന്നെ പ്രേരിപ്പിച്ച ഒരു വാചകം, ഒരു വാഗ്ദത്ത വചനം ഇതാണ്. പ്രസംഗത്തിലൂടെ, മറ്റുള്ളവരുടെ ശുശ്രൂഷയിലൂടെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ചതാണ്. യോർദാനിൽ കാൽ വയ്ക്കുമ്പോൾ യോർദാൻ വിഭാഗിക്കും, തടസ്സങ്ങൾ മാറും. ഞാൻ വേലയ്ക്ക് വേണ്ടി കാലെടുത്ത് വെച്ചാൽ കർത്താവ് അതിനു വേണ്ടി വഴിവെട്ടും എന്നാ ഞാൻ മനസ്സിലാക്കിയത്. അന്നു മുതൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിപ്പിച്ചതും, സുവിശേഷ വേലയ്ക്ക് ആഗ്രഹമുള്ളവർ അതിനായി കാൽ വയ്ക്കുമ്പോൾ സൗഖ്യം അവൻ തരും, വഴി അവൻ തുറക്കും, മാർഗം അവൻ കാണിച്ചു തരും. നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയും, ആദ്യം എൻ്റെ കടം മാറട്ടെ, എന്നിട്ട് ഞാൻ പോകാം. രണ്ടാമത്, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ, എന്നിട്ട് ഞാൻ പോകാം. എനിക്ക് പ്രതികൂലമായ ആള് എനിക്ക് അനുകൂലമായി പൊക്കോളാൻ പറയട്ടെ, അപ്പൊ ഞാൻ പൊക്കോളാം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അവര് പറഞ്ഞിട്ടോ ആ വഴി മാറിയിട്ടോ ആ വഴി ശരിയായിട്ടോ നമുക്ക് കർത്താവിന്റെ സാക്ഷിയായി യെരുശലേം വിടാൻ പറ്റില്ല. നാം മുൻപോട്ട് കാൽ വെക്കുമ്പോൾ ഈ കാര്യങ്ങളെ വകഞ്ഞു മാറ്റാൻ നമുക്കൊരു കർത്താവുണ്ട്. വഴി വെട്ടിത്തരും, വഴി തുറന്നു തരും. ഇവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത്. ആദ്യം അതിനു വേണ്ട പെർമിഷനും, ആദ്യം അതിനു വേണ്ട സൗകര്യങ്ങളും, ആദ്യം അതിനു വേണ്ട നാഷണൽ ഹൈവേ റെഡിയായി കഴിഞ്ഞാൽ ഞാൻ റെഡി. കർത്താവിന് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു വണ്ടി തരട്ടെ, അപ്പൊ ഞാൻ കർത്താവിന്റെ വേല ചെയ്യാം. കർത്താവിന് ഞാൻ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമാണെങ്കിൽ എനിക്ക് കർത്താവ് ഒരാളെ കൂട്ടുതരട്ടെ, അപ്പൊ ഞാൻ പൊക്കോളാം. ഇങ്ങനെ നമ്മൾ എല്ലാറ്റിനും ആരുടെ മേത്തേക്ക് പഴി പറയും? കർത്താവ് തരട്ടെ, കർത്താവ് ചെയ്യട്ടെ.
തന്നിടത്തോളം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഇനിയും പുതിയത് നമ്മൾ നേടി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന ഒറ്റ കാര്യമല്ലാതെ രണ്ടാമതൊരു കാര്യം അവന്റെ സാക്ഷിയാകാൻ എനിക്കും നിങ്ങൾക്കും ആവശ്യം ഇല്ല. ആകയാൽ എനിക്ക് അവന്റെ ആത്മാവിൽ നിറഞ്ഞ് അവന്റെ സാക്ഷിയാണ്. വഴി കർത്താവ് നമുക്ക് തുറന്നു തരും. സുവിശേഷവൽക്കരണം, യെരൂശലേമിലെ സുവിശേഷവൽക്കരണത്തെ കുറിച്ചാണ് നമ്മൾ 2:1 വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. 2:1 വാക്യത്തില് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. അവർ പുറത്തേക്ക് പോകേണ്ടവരാണ്. അവർ എന്ത് ചെയ്തു? അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ ലൂക്കോസ് 24:48 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 48 ഇതിങ്ങനെയാണ്. 47 വാക്യം മുതൽ വായിക്കാം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്ക വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. യെശയ്യാവ് 49:6 ആണ് എഴുതിയിട്ടുള്ളത്. യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്താണ് വാഗ്ദാനം ചെയ്തതിനെ അയക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അപ്പോ 47, 48, 49 വാക്യങ്ങളിൽ പറയുന്നതിന്റെ അതിന്റെ മറ്റൊരു സ്വഭാവമാണ് നമ്മൾ ഈ 8 വാക്യത്തിൽ കാണുന്നത്. ഓക്കെ, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8:26 നമ്മൾ ഇത് തന്നെ വായിക്കുന്നു. സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം സ്വന്തം സ്ഥലത്തും തുടർന്ന് സ്വന്തം ചുറ്റുപാടിലും അതിനുശേഷം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോകേണ്ടവരാണ്. ആ വാക്യം നമ്മൾ ഹൃദയസ്ഥമാക്കുക. ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദിയിലും, അത് സ്റ്റേറ്റ് ആണ്, അഥവാ ഒരു സംസ്ഥാനം, ഒരു പ്രവിശ്യമാണ്. പിന്നെ ശമരിയിലും എന്ന് പറഞ്ഞാൽ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. പ്രവേശനമില്ലാത്തിടത്തും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം അവിടവും വിട്ട്. അപ്പോ ഭൂമിയുടെ അറ്റത്തോളമുള്ള ആ യാത്രയ്ക്ക് മുൻപ് നടക്കേണ്ടത് സ്വന്തം വീട്ടിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം ചുറ്റുപാടിൽ ഈ കാര്യങ്ങളിൽ അല്പത്തിൽ വിശ്വസ്തരായവരെ ദൈവം വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരാക്കും. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം ചുറ്റുപാടിൽ ഒക്കെ നാം വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം നമ്മളുടെ അതിർത്തിയെ വലുതാക്കും. പോകാൻ മനസ്സില്ലാത്തവൻ അബ്ബേസിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എന്തു കിട്ടാനാ? പോകാനുള്ള സമർപ്പണത്തോടെ എബ്ബേസിന്റെ പ്രാർത്ഥന നടത്തണം. എന്താണ് എബ്ബേസിന്റെ പ്രാർത്ഥന? എന്റെ അതിർത്തികളെ വലുതാക്കണമേ. ആദ്യം വേണ്ടത് അതിനുള്ള സമർപ്പണമാണ്. ദൈവമക്കളെ, ഞാൻ റെഡി,
സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അവൻ എപ്പോൾ അന്വേഷിച്ചാലും ലഭിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ പോയപ്പോ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഡിഫൻസിന്റെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ഒഴിവ് നോക്കി കണ്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഓൺ കോൾ ആണ്, എപ്പോ കോൾ വന്നാലും എനിക്ക് പോണ്ടി വരൂട്ടെ സാർ എന്ന് പറഞ്ഞു. ഓക്കെ, ചെന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു. അദ്ദേഹം എമർജൻസി മെഡിസിൻ ആണ്. കോള് വന്നു, എന്നോട് യാത്ര പറഞ്ഞു. വേഗം ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. എമർജൻസി കോള് വന്നു. കോള് വന്നപ്പോ പോയി. ദൈവങ്ങളെ, എപ്പോ വിളിച്ചാലും കിട്ടുന്ന ഒരു ഡോക്ടറെയാണ് ഒരു ഹോസ്പിറ്റലിന് ആവശ്യം. നമ്മളെ ദൈവം ഉപയോഗിക്കാത്ത എന്നാണെന്നറിയാമോ? ദൈവം നമ്മളെ വിളിച്ചാൽ ദൈവത്തോട് നമ്മൾ അങ്ങോട്ട് പറയും, എനിക്കിപ്പോ വരാൻ സൗകര്യമില്ല, എനിക്കിപ്പോ വരാൻ പറ്റൂല. അത് ഒന്നല്ല, പലവട്ടമായി കഴിയുമ്പോ പിന്നെ വിളി നിർത്തും. നമുക്ക് നമ്മളുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും ഭാര്യയും മക്കളും നാടും വീടും ഉത്തരവാദിത്വം, പിന്നെ ചില സമയം കിട്ടി കഴിഞ്ഞാൽ അല്പം രാഷ്ട്രീയം, പിന്നെ അല്പം വേറെ ചില പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിലർ വിളിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ കേൾക്കാം, ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല സാറേ, ഞാൻ യോഗത്തിന് വരാട്ടോ എന്ന് പറയും. വേറെ പരിപാടി ഒന്നും ഇല്ലാത്തപ്പോ പോണ ഒരു ഏർപ്പാടാണ് ഈ ഏർപ്പാട്. കർത്താവിന്റെ വേലയ്ക്ക് നിന്നെ കൊണ്ടൊരു കാര്യം നടക്കൂല. വേറെ കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തപ്പോ നടക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അല്ല, വേറെ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ പ്രയോറിറ്റി നിർണയിക്കുമ്പോ എന്റെ കർത്താവിന്റെ ഒരു വിളി കിട്ടിയാൽ ഞാൻ പോകും. ആ ഒരു സമർപ്പണമുണ്ടോ? വയസ്സും പ്രായം ഒന്നും കാര്യമല്ല, ആരോഗ്യമൊന്നും കാര്യമല്ല. കർത്താവിന് അറിയില്ലാത്ത പ്രായമില്ലല്ലോ നമുക്ക്. കർത്താവിന് അറിയില്ലാത്ത ആരോഗ്യം നമുക്കില്ലല്ലോ. അവൻ നമ്മളെ അറിയുന്നവനാണല്ലോ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഗംഭീര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. കർത്താവിന് അറിയാമെന്നിരിക്കെ കർത്താവ് നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, കർത്താവ് സ്വർഗത്തിലെ മീഖായേലും ഗബ്രിയേലും എന്നല്ലോ നമ്മളെ വിളിക്കണേ. അവൻ ചിലരെ അയച്ചിട്ട് ചിലർ വന്ന് നമ്മളോട് പറയാ, ചിലരുടെ അധരങ്ങളിലൂടെ അവൻ നമ്മളെ വിളിക്കുക. അങ്ങനെ ഒരു കോളിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നോ പറയാത്ത ഏതൊരു ശുശ്രൂഷകനെയും ദൈവം വളർത്തിയിട്ടുണ്ട്. അപ്പോ ദൈവത്തിന് വേണ്ടത് നമ്മുടെ എബിലിറ്റി അല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല. ദൈവത്തിന് വേണ്ടത് നമ്മുടെ അവൈലബിലിറ്റിയാണ്. നമ്മളെ അവന് കിട്ടാനുള്ള സാധ്യതകളാണ് ദൈവത്തിന് വേണ്ടത്. അത് നമ്മുടെ ഒരു പല്ലവിയായി മാറി. വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ റെഡി. ഒരു ചെറിയ കാര്യം പോലും നമ്മൾക്ക് നമ്മുടെ ഒരു കാര്യം കർത്താവിന്റെ വേലയെ പ്രതി മാറ്റി വയ്ക്കാനുള്ള മനസ്സില്ലാത്ത വേലക്കാരെ എങ്ങനെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും? അതതിന്റെ വഴിക്ക് അങ്ങ് പോകും, അങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷെ വേല ചെയ്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ലുണ്ടോ? കർത്താവ് നരകത്തിൽ പോവോ? ഒരിക്കലും നരകത്തിലൊന്നും പോവില്ല വേല ചെയ്തില്ല എന്ന് വിചാരിച്ച്. പക്ഷെ സ്നേഹമാണ് വേലയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ കർത്താവിനെ ഞാൻ ഏറെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി എന്ത് ചെയ്താലും കൊതിമാറാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോ അങ്ങനെ ഇതൊരു ആത്മീക തത്വമാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കർത്താവില്ലാത്ത സാക്ഷ്യം ഒന്നുമില്ല, കർത്താവില്ലാത്ത ശുശ്രൂഷകളൊന്നുമില്ല, കർത്താവില്ലാത്ത ഒരു പ്രവർത്തനവും ഇല്ല. എന്തുണ്ടോ എല്ലാറ്റിൻ്റെയും കേന്ദ്രം കർത്താവാണ്. 2, ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ മുഖാന്തരം എന്ന് പറയുന്നത് ശിഷ്യന്മാർ,
അല്ലെങ്കിൽ സഭ അഥവാ നമ്മൾ, അല്ലെങ്കിൽ ഞാൻ, ശിഷ്യന്മാർ അല്ലെങ്കിൽ സഭ അഥവാ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ആണ് ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ മുഖാന്തരം. പട്ടീനെയും പൂച്ചേനെയും കൊണ്ടും സാക്ഷ്യം പറയിപ്പിക്കാൻ പറ്റൂല്ലോ. അതുകൊണ്ടാണ് അവർക്കൊന്നും കൊടുക്കാത്ത കഴിവ് നമുക്ക് തന്നേക്കണേ. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും ബുദ്ധിയും ജ്ഞാനവും എല്ലാം തന്നിട്ടുള്ളത് നമുക്കാണ്. എന്തിനു തന്നു എന്ന് ചോദിച്ചാൽ വെട്ടിപ്പിടിക്കാനല്ല, തട്ടിയെടുക്കാനല്ല, തട്ടിക്കൂട്ടാനല്ല. ഇതെല്ലാം തന്നവന് വേണ്ടി അവന്റെ സാക്ഷിയാകാനായിട്ടാണ് അവൻ നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. മറ്റുള്ളവരിൽ പരമായി എന്നെ എൻ്റെ കർത്താവ് സ്നേഹിച്ചു. ആകയാൽ സുവിശേഷത്തിന്റെ മുഖാന്തരമാണ് ഞാൻ. ഓക്കെ. 3, ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഭൂമിയുടെ അറ്റത്തോളവുമാണ്. ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഭൂമിയുടെ അറ്റത്തോളവുമാണ്. യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റം വരെ. യഥാർത്ഥത്തിൽ സുവിശേഷം നമ്മിൽ തുടങ്ങണം, എന്നിൽ തുടങ്ങണം, എൻ്റെ വീട്ടിൽ തുടങ്ങണം, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളാകണം. 4, ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ശക്തി എന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ശക്തി എന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തീയ സാക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ബലം എന്ന് പറയുന്നത് ആഹാരപാനീയങ്ങളല്ല, നമ്മൾ കഴിക്കുന്ന നല്ല ഡീപ് പ്രോട്ടീൻ അല്ല, ആഹാരമല്ല. നമ്മളുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആത്മീയമായ ആരോഗ്യം, ആ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ അവന്റെ സാക്ഷികളാണ്. അപ്പോൾ എന്താണ് ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ശക്തി? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ശക്തി. ഈ 4 കാര്യങ്ങളാണ് ആ 8-ാം വാക്യത്തിൽ ഉള്ള 4 വിഷയങ്ങൾ. 1, കേന്ദ്ര വിഷയം ക്രിസ്തുവാണ്, മുഖാന്തരം നമ്മളാണ്, വ്യാപ്തി ഭൂമിയുടെ അറ്റത്തോളവുമാണ്, അതിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ്. ഈ ശക്തി നമ്മുടെ മേലുണ്ടായാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. മത്ത് പിടിച്ചവരെ പോലെയാകും. ഉദാഹരണം നിങ്ങൾക്കറിയാം. പെന്തിക്കോസ്തി നാൾ കഴിഞ്ഞ് പത്രോസ് നടത്തിയ ആദ്യ പ്രസംഗം, അത് കേട്ടവർക്ക് തോന്നി, ഇത്ര അതിരാവിലെ ഇത്ര മൂപ്പുള്ള വീഞ്ഞ് ഇവർക്ക് എവിടുന്ന് കിട്ടിയെന്ന്. അതുപോലെ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവരെ പോലെ അവരായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തീവ്രമായ സ്നേഹം, കർത്താവിന് വേണ്ടി തീവ്രമായി അധ്വാനിക്കാനുള്ള താല്പര്യം, അത് ഹൃദയത്തിൽ അങ്ങോട്ട് പെരുകും. അതിന് പറയുന്ന പേരാണ് ആദ്യ സ്നേഹം. കർത്താവിനോട് നമ്മൾക്കുണ്ടാകുന്ന സമർപ്പണത്തിന്റെ ആദ്യ നാളിൽ നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന സ്നേഹമാണ് ആദ്യ സ്നേഹം. വിവാഹം കഴിച്ചാൽ ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ വിവാഹിതരായി കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം ഹണിമൂണാണ്. പോണെങ്കിൽ ഈ 6 മാസത്തിന്റെ ഉള്ളിൽ പോകണം.
എവിടെയെങ്കിലും പോകുകയോ താമസിക്കുകയോ ആനന്ദിക്കുകയോ ഉല്ലസിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ 6 മാസം കൊണ്ട് നടത്തണം. കാരണം ചിലപ്പോൾ 6 മാസം കഴിയുമ്പോഴത്തേക്കും ഹണി വേറെയാവും, മൂൺ വേറെയാവും, ഇവർ തമ്മിൽ ചോടൊക്കാന്താവും. എല്ലാത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ സ്നേഹം അങ്ങ് നഷ്ടപ്പെടും. തൊട്ടത് കുറ്റം, പറഞ്ഞത് കുറ്റം, പോയത് കുറ്റം, നോക്കിയത് കുറ്റം, ഇരുന്നത് കുറ്റം. പിന്നെ ഇഷ്ടക്കുറവായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുറ്റമാണല്ലോ, എല്ലാം കുറ്റമാണ്. ദൈവമക്കളെ, കർത്താവിനോടുള്ള അവന്റെ കരങ്ങളിൽ നമ്മൾ കൈവയ്ക്കുമ്പോഴുള്ള ആദ്യ സ്നേഹം അവസാനം വരെയും കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവന് വേണ്ടി ആദ്യം പറക്കണം. ആദ്യ നാളിൽ അവന് വേണ്ടി വാനമ്പാടിയെ പോലെ പറക്കണം. രണ്ടാമത് കർത്താവിന് വേണ്ടി നമ്മൾ ഓടണം. മൂന്നാമത് നടക്കണം. പിന്നെ ഇരിക്കണം, പിന്നെ കിടക്കണം, പിന്നെ അവന്റെ അടുത്തേക്ക് പോണം. ഇതാണ് അതിന്റെ ക്രമം. അതിനെ വിളിക്കപ്പെടുമ്പോ മുതലേ നമ്മൾ കിടപ്പ. വിളിക്കപ്പെടുമ്പോ മുതലേ കിടപ്പ. നമുക്ക് പറക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല, നടക്കാനും പറ്റൂല. അല്ല, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അവന് വേണ്ടി മാക്സിമം പ്രവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥമുള്ളൂ. പരമാവധി അവന് വേണ്ടി ഓടണം, പരമാവധി അവന് വേണ്ടി അധ്വാനിക്കണം, പരമാവധി നമ്മൾ അവന് വേണ്ടി പ്രവർത്തിക്കണം. ഇത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവന്റെ സാക്ഷികളായി ജീവിക്കണം. 8-ാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സമയം വരെയും ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ചെറിയ ജീവിതമുണ്ട്. ആ ജീവിതം കർത്താവെ നിനക്ക് വേണ്ടി ഉപയോഗിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ. അതിനുള്ള ശക്തിയും ബലവും കൃപയും ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.